നമസ്കാരം. നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ മുതിർന്ന കമാൻഡർ ഖാരി സയ്യിദ് അബ്ദുൽ അസീസ് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതിന് പിന്നാലെ ലഷ്കർ ക്യാമ്പുകളിൽ വൻ ഭീതി. ഇസ്ലാമാബാദിലെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് എത്തിയപ്പോൾ കവാടത്തിലെ പടികൾ കയറുന്നതിനിടെ ഇയാൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. പള്ളിയിലേക്ക് വരുന്നതിന് മുൻപ് പരിചയമില്ലാത്ത ഒരു ഹോട്ടലിൽ നിന്ന് ഇയാൾ ഭക്ഷണം കഴിച്ചിരുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതോടെ മരണത്തിൽ വിഷപ്രയോഗം നടന്നു എന്ന സംശയം ശക്തമായിട്ടുണ്ട്. പള്ളിക്ക് മുന്നിൽ കുഴഞ്ഞു വീണ അസീസിനെ ഒപ്പമുണ്ടായിരുന്ന ലഷ്കർ സംഘാംഗങ്ങൾ മറ്റൊരിടത്തേക്ക് മാറ്റി CPR നൽകിയെങ്കിലും ബോധം വീണ്ടെടുത്തില്ല. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഓഗസ്റ്റ് 8-നാണ് സംഭവം നടന്നത്. ജമ്മു കാശ്മീരിൽ ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ കുടുംബങ്ങൾക്ക് പണവും സഹായങ്ങളും എത്തിച്ചു നൽകുന്ന വിഭാഗത്തിന്റെ പ്രധാന ചുമതലക്കാരനായിരുന്നു ഖാരി സയ്യിദ് അബ്ദുൽ അസീസ്. അസീസിന്റെ മരണകാരണം ഹൃദയാഘാതമാണോ അതോ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയതാണോ എന്ന കാര്യത്തിൽ ഇതുവരെ കൃത്യമായ വ്യക്തത വന്നിട്ടില്ല. ഇയാളെ അപായപ്പെടുത്തിയതാണെന്ന് തെളിയിക്കുന്ന ഔദ്യോഗിക വിവരങ്ങളോ പ്രതികരണങ്ങളോ പാകിസ്ഥാൻ അധികൃതരിൽ നിന്നോ മറ്റ് ഏജൻസികളിൽ നിന്നോ ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല. എന്നാൽ കഴിഞ്ഞ 3-4 വർഷത്തിനിടെ പാകിസ്ഥാനിലെ പെഷാവർ, കറാച്ചി, റാവൽപിണ്ടി, റാവൽകോട്ട്, മുസഫറാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലും പാക് അധീന കശ്മീരിലും വെച്ച് ലഷ്കറിന്റെ 30-ലധികം ഭീകരർ അജ്ഞാതരാൽ വധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് സംഘടനയിലെ ഉന്നത നേതാവും ഇന്ത്യ തിരയുന്ന ഭീകരനുമായ റുസ്വാൻ ഹനീഫ് വെളിപ്പെടുത്തിയ ദിവസങ്ങൾക്കുള്ളിലാണ് അസീസിന്റെയും ദുരൂഹ മരണം സംഭവിക്കുന്നത്. 166 പേരുടെ മരണത്തിനിടയാക്കിയ 2008-ലെ മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ലഷ്കർ ഇ തോയ്ബയ്ക്ക് അൽ ഖ്വയ്ദ, താലിബാൻ സംഘടനകളുമായിട്ടുള്ള ബന്ധം കാരണം 2005-ൽ ഐക്യരാഷ്ട്രസഭ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. സംഘടനയിലെ അംഗങ്ങൾ തുടർച്ചയായി അജ്ഞാതരാൽ കൊല്ലപ്പെടുന്നുവെന്ന കാര്യം ഒരു ഭീകരൻ പരസ്യമായി സമ്മതിച്ചതിന് തൊട്ടുപിന്നാലെ ലഷ്കറിന്റെ മുതിർന്ന നേതാവ് കൂടി മരിച്ചത് സംഘടനയ്ക്കുള്ളിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനിടെ ലഷ്കർ ഇ തോയ്ബയുടെ മറ്റൊരു കമാൻഡറായ ബിലാൽ ആരിഫ് സരാഫിയും കൊല്ലപ്പെട്ടതായി വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ലഷ്കറിന്റെ മുരീദ് കെ കേന്ദ്രത്തിൽ യുവാക്കളെ ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിന് നേതൃത്വം നൽകിയിരുന്ന ഇയാളെ ചില കുടുംബാംഗങ്ങൾ ചേർന്ന് കുത്തിയും വെടിവെച്ചും കൊലപ്പെടുത്തിയതായിരുന്നുവെന്നാണ് ന്യൂസ് ഓൺ എയർ റിപ്പോർട്ട് ചെയ്തത്. ലഷ്കറിന്റെ പ്രധാന കമാൻഡർമാർ വധിക്കപ്പെടുകയോ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയോ ചെയ്യുന്ന സംഭവങ്ങൾ പാകിസ്ഥാനിൽ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമായി കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലായി തങ്ങളുടെ സംഘടനയിലെ 30ഓളം അംഗങ്ങളെ അജ്ഞാതരായ ആളുകൾ വധിച്ചതായി മുതിർന്ന ലഷ്കർ ഭീകരൻ പരസ്യമായി വെളിപ്പെടുത്തിയ ദിവസങ്ങൾക്കുള്ളിലാണ് മുതിർന്ന കമാൻഡറുടെ ദുരൂഹ മരണവും സംഭവിച്ചിരിക്കുന്നത്. ലഷ്കർ ഭീകരനായ റുസ്വാൻ ഹനീഫ് ഒരു വീഡിയോ സന്ദേശത്തിലൂടെയായിരുന്നു ഇത്തരം കൊലപാതകങ്ങൾ പരസ്യമായി സമ്മതിച്ചത്. ആദ്യമായിട്ടാണ് ഒരു ലഷ്കർ ഭീകരൻ തങ്ങളുടെ ആളുകൾ ഇത്തരത്തിൽ തുടർച്ചയായി വധിക്കപ്പെടുന്നുണ്ടെന്ന കാര്യം തുറന്നു സമ്മതിക്കുന്നത്. അടുത്ത കാലത്തായി പാകിസ്ഥാന്റെ മണ്ണിൽ ലഷ്കർ ഇ തോയ്ബ നേരിട്ട കനത്ത നാശനഷ്ടങ്ങളുടെയും തിരിച്ചടികളുടെയും വ്യക്തമായ സ്ഥിരീകരണം കൂടിയാണ് ഈ പരസ്യമായ കുറ്റസമ്മതം. തങ്ങളുടെ ആളുകളെ ഓരോരുത്തരെയായി വേട്ടയാടി പിടിക്കുന്ന സംഘത്തിന് പിന്നിൽ ഇന്ത്യയാണെന്നാണ് ഭീകര നേതാവിന്റെ പ്രധാന ആരോപണം. അജ്ഞാത തോക്കുധാരികളെ ഉപയോഗിച്ച് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് ഹനീഫ് തന്റെ പ്രസംഗത്തിൽ ആരോപിച്ചിരുന്നു. ഇന്ത്യയിലെ സുരക്ഷാ സേനകളെയും നിരപരാധികളായ പൗരന്മാരെ ലക്ഷ്യമിട്ട് പതിറ്റാണ്ടുകളായി ഭീകരാക്രമണം നടത്തുന്നവർ സ്വന്തം താവളങ്ങളിൽ പോലും സുരക്ഷിതരല്ലെന്ന ഭയം ഇപ്പോൾ പാക് മണ്ണിൽ പടർന്നിരിക്കുകയാണ്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ തന്ത്രപരമായ നീക്കങ്ങളെയും ദുരന്തർ മോഡൽ രഹസ്യ ഓപ്പറേഷനുകളെയും ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ അജ്ഞാത ആക്രമണങ്ങൾ നടക്കുന്നത്. അടുത്തിടെ പാകിസ്ഥാനിലെ വിവിധ കോണുകളിൽ വെടിയേറ്റ് മരിച്ച പ്രമുഖ ഭീകരരുടെ പട്ടിക പരിശോധിച്ചാൽ ലഷ്കർ തോയ്ബയ്ക്ക് സംഭവിച്ച നാശത്തിന്റെ ആഴം കൂടുതൽ വ്യക്തമാകും.